അതെനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ ഡെയിലി ഇത് ചെയ്യണതാണ്. ഇത് മുഖത്തിട്ടൊന്ന് മസാജിങ്. അബദ്ധവശാലൊന്ന് പറഞ്ഞു ഒരു ചീപ്പ് കൂടെ വെച്ചിട്ടുണ്ടെന്ന്. ചീപ്പ് അവിടെ വെച്ചേക്ക്. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തണമല്ലോ. പലരും വിചാരിക്കണത് നമ്മളിത് മേടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാന്ന. സുന്ദരി ആയതുകൊണ്ട് സുന്ദരിയായിട്ട് തോന്നണം. ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണിയല്ലാട്ടോ, പക്ഷെ നിവൃത്തികേട് വരുമ്പോ ഞാൻ ചെയ്യാറുണ്ട്. എനിക്കൊരു പ്രശ്നം പറ്റിയിരിക്കും. അപ്പ കിണറിന്റെ അവിടെ ഒന്ന് വീണ് എന്നെ ചെയ്യണം വന്ന മഹാവൃത്തികേട. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നൊരു ഡിഫറെന്റ് വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. സാധാരണ സ്ഥിരം അമ്മ ചെയ്യുന്ന കുക്കിംഗ് കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നത്. എന്നാൽ കുക്കിംഗ് അല്ലാതെ അമ്മ വീട്ടിൽ ചെയ്ത മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഇപ്പൊ രാവിലെ ചെയ്യണ പരിപാടി കേട്ടോ ഡെയിലി. അതായത് ഒരു ടൊമാറ്റോ എടുത്ത് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് പകുതി എടുക്കുക. പകുതി ഫ്രിഡ്ജിലേക്ക് ഞാൻ കൊണ്ടുപോയി വെച്ച്, എന്നിട്ട് അത് തേൻ ഒഴിക്കണമെങ്കിൽ തേൻ ഒഴിക്കാം. ഞാൻ എപ്പോഴും തേൻ ഒഴിക്കാറില്ല. എന്നാന്ന് വെച്ചാൽ തേൻ ഒഴിച്ചു കഴിയുമ്പോ മുഖത്ത് ഇങ്ങനെ കണ്ടമാനം ഒട്ടിപ്പിടിച്ചിരിക്കും. അത് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാ. പക്ഷെ അത് ഒഴിക്കുന്ന കൂടുതൽ ഗുണമെന്നാണ് പറയണത്. അപ്പൊ ഞാൻ ഡെയിലി ഇത് ചെയ്യണതാണ്. ഇത് മുഖത്തിട്ടൊന്ന് മസാജിങ് കാണിച്ചു തരാം. ഈ ഇവിടെ മിറർ വെച്ചപ്പോ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു. കിച്ചണിന്റെ സിങ്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു മിറർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പണ്ടും മിറർ ഉണ്ടായിരുന്നു. ആ ഫിൽറ്റർ ഇരുന്നതിന്റെ അവിടെ. അപ്പൊ ഒരു ചീപ്പ് കൂടെ അബദ്ധവശാലൊന്ന് പറഞ്ഞു ഒരു ചീപ്പ് കൂടെ വെച്ചിട്ടുണ്ടെന്ന്. ചീപ്പ് അവിടെ വെച്ചേക്കണേ. ഇവിടെ പാത്രം കണ്ടുകൊണ്ട് ഇവിടെ കൊള്ളൂല്ല. അപ്പൊ അത് ആ ചീപ്പ് വെച്ചേക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചീപ്പ് കൊണ്ട് ഇവിടെ ഇട്ടേതായാലും ആരും പെണ്ണുങ്ങളാരും മുടി ചീകൂലല്ലോ. പുറത്തു കൊണ്ടുപോയി മുടി ചീങ്കിയേച്ച് വൃത്തിയായിട്ട് ഇങ്ങനെ ഇരുന്ന് അടുക്കളയിൽ പാചകം ചെയ്യാനുള്ള ഉദ്ദേശത്തിനാണ് ഞാൻ അങ്ങനെ വെച്ചേക്കണേ. ബെഡ്റൂമിലേക്ക് പോകേണ്ട കാര്യമില്ലോ. ഞങ്ങൾക്ക് പിന്നെ ബെഡ്റൂമിലാണ് ചീപ്പിരിക്കണം ഞങ്ങളെ സംബന്ധിച്ച്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ആരൊക്കെയോ പറഞ്ഞ് കിച്ചണിൽ നിന്നും മുടി ചെയ്യണതിനെ പറ്റി കുറെ ഇതൊക്കെ പറഞ്ഞു. അതൊക്കെ പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഇതിപ്പോ ഇങ്ങനെ വെച്ചേക്കണ എന്താന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ആവശ്യമുള്ളപ്പോ ഇങ്ങനെയൊക്കെ തൂക്കുമ്പോ ഇത് നോക്കുക. പിന്നെ മുടി ചെയ്യി കഴിഞ്ഞ് നോക്കുമ്പോ വൃത്തിയായിട്ടാണോ ഇരിക്കുന്നത് നോക്കുക. പിന്നെ എമർജൻസി ഇവിടെ ഈ ഭിത്തിയിലൊക്കെ ഞാൻ പൊട്ടുകൾ വെച്ചിട്ടുണ്ടാവും. ഈ കുക്കിങ്ങിന് വേണ്ടിയാ. അടുക്കളയുടെ ആ ഇതിലുണ്ട്, അടുക്കളയുടെ വാതിലിന്റെ കട്ടിലേല് പൊട്ടൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പൊട്ട് ഇങ്ങനെ കുക്കിങ്ങിന്റെ സമയത്ത് പൊട്ട് കുത്താറുണ്ട് സാധാരണ. ചിലപ്പോ കുത്തൂലാട്ടോ, മടിയാ. അപ്പൊ ഇങ്ങനെ കുത്തുമ്പോ ഇതൊക്കെ നോക്കുക, സ്പേസ് ശരിയാണെന്ന്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഉദ്ദേശത്തിനാണ് ലേഡീസിന് എപ്പോഴും ഇങ്ങനെ ഒരെണ്ണം ഉള്ളത് നല്ലത്. അല്ലെങ്കിൽ ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ബാത്റൂമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിൽ ഫിറ്റ് ചെയ്യാം. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പരിമിതമായ സൗകര്യങ്ങളിലാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ സിങ്കിന്റെ മുകളിൽ വെച്ചപ്പോ ഈ ഇതിന് വർക്കിന് ചേട്ടന്മാർ വന്നപ്പോ ഇങ്ങനെ ഇത് അടുപ്പിച്ച് തുളച്ചേച്ച് ഇത് അടുപ്പിച്ചാണ് സ്ക്രൂ വെച്ചേച്ചത് തൂക്കിയതാട്ടോ. അവിടെ ഇരുന്നത് മാറ്റി അങ്ങോട്ട് ഫിൽറ്റർ വെച്ചപ്പോ പിന്നെ അവിടെ കൈ തട്ടും. എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് തട്ടും. അപ്പൊ നമുക്ക് ഇനി പറഞ്ഞു നിൽക്കണ്ട. ഇത് മുഖത്തിട്ട് മസാജ് ചെയ്ത് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോ മുഖം കഴുകിക്കളയാം. അപ്പൊ ചെയ്യട്ടെ എന്നാ. നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇതിലേക്ക് നോക്കും. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമുള്ളത് ഇതിലേക്ക് വീണു. ഇതിലേക്ക് വീഴൂല. അതാ കണ്ണാടി നോക്കി ചെയ്തോ. മഴക്കാലല്ലേ. അപ്പൊ പിന്നെ ചെയ്യുവാട്ടോ. എന്നാ സെൽഫ് കെയറിംഗ് ഡേ. സെൽഫ് കെയർ ഡേ അല്ലാതെ എല്ലാ ദിവസവും ചെയ്യൂലേ? അല്ല, നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് ടൈം കണ്ടെത്തണമല്ലോ. പണ്ടത്തെ കാലത്തൊന്നും അങ്ങനെ ഇല്ല. അവനവന് വേണ്ടി ആരും സമയം കണ്ടെത്തണില്ല. ഇപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം വേണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേട്ടോ, വ്യക്തിപരമായി. ഞാനൊരു ഗ്രാമീണ വനിതയാണെങ്കിലും ഞാൻ ചെയ്യണ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താ കേട്ടോ. പിന്നെ നമ്മൾ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കുക. നഖം വളർത്തിയേക്കണാണെങ്കിൽ അതൊക്കെ ഷേപ്പ് ചെയ്യുക. നെയിൽ പോളിഷ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇടുക. കാലൊക്കെ വൃത്തിയായിട്ട് കഴുകി നീറ്റാക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കൈയും കാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയില്ലേന്ന് ചോദിക്കും. കൈയും കാലും എല്ലാം ശരിയാക്കുക. ഇങ്ങനെയൊക്കെയുള്ള സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഇത് ചെയ്യുമ്പോ കഴുത്തിന്റെ ഇങ്ങോട്ടും കൂടെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ വേറൊരു ഹൗസ് കോട്ട് എടുത്ത് ഇട്ടതാട്ടോ. ഇതല്ല ഇട്ടോണ്ടിരുന്നതാ. ഇന്നിട്ടാർന്നത് ഇതല്ല. ഇതിനു വേണ്ടി വേറെ ഒരെണ്ണെടുത്ത് മാറ്റിയിട്ടതാ. ഇതിന്റെ സത്ത മുഴുവൻ തീർന്നു. അതിപ്പോ മുഖത്താണ് ഇരിക്കണേ. മുഖം തക്കാളി പോലെ ആവണം. കണ്ണി പോലെ അങ്ങനെയൊക്കെ കാണിച്ച കണ്ണി പോ. അതൊന്നും കുഴപ്പമില്ല. വേറെ ഒന്നുമില്ലല്ലോ. ദേ കൈ വീണ്ടും മുറിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ. ഫിംഗർ ക്യാപ്പ് എന്നാന്ന് ചോദിക്കണ്ട. നഖം കുറച്ചറ്റിട്ടുണ്ട്. അത് ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തതല്ല. അവിടെ ആ വഴിയുടെ അവിടെ ഇച്ചിരി ചപ്പ് കിട്ടിയതാ. വാക്കത്തിയും കൊണ്ട് വാക്കത്തിയുടെ തുമ്പ് നഖത്തിട്ട ഒരൊറ്റ ഏശ്. അത് ഊണ്ടങ്ങനെ കാണിക്കാൻ മേലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്ത. നഖത്തിന്റെ അറ്റ ഇച്ചിരി പോയിട്ടുണ്ട്. അത് ഇനി ശരിയായി വരുമ്പോ കാണിക്കാം. ഓക്കെ. ദേ നീ കണ്ടോ. ദേ കവർ ഇച്ചിരി പോന്നല്ലോ. ചേർത്ത് വെച്ചാൽ കുഴപ്പമില്ല. പഴത്തിൽ കിടക്കണം. അപ്പൊ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളാട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതൊക്കെ ആഴ്ചയിൽ 2 ദിവസം ചെയ്യണതാണ്. ഇനി ഞാൻ
നൈറ്റുകളെല്ലാം അലക്കിയത് കൊണ്ട് ഇത് നൈറ്റുകളില്ല കേട്ടോ അലക്കാൻ. അപ്പോൾ ദേ പഴയ ഏപ്രൺ അങ്ങ് ഇട്ടേക്കാം. ഏപ്രണും അങ്ങ് കഴുകും അമ്മ. അല്ല ഏപ്രൺ കഴുകാറുണ്ടല്ലെങ്കിലും പുതിയ ഏപ്രൺ മേടിച്ചത് കാണിച്ചില്ലല്ലോ. അത് കാണിക്കാം നമുക്ക്. പുതിയൊരു ഏപ്രൺ മേടിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് മേടിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഷോപ്പിൽ നിന്നാണോ അത്? ഒരെണ്ണം കൂടി എടുത്തോ അതിന്റെ നല്ല ഒരു കളർ ഏതെങ്കിലും. ഈ ഫസ്റ്റ് ടൈം വാഷിങ്ങിൽ അമ്മ കളർ ഗാർഡ് യൂസ് ചെയ്യൂലേ, പിന്നെ ഉപയോഗിക്കാറില്ല അല്ലേ? ഫസ്റ്റ് ടൈം വാഷിങ് പുറത്തെ വാഷ് ചെയ്യുള്ളൂ. കളർ ഗാർഡ് മുക്കി വെക്കും. മുക്കി വെച്ച് 10-15 മിനിറ്റ് അതിലിരിക്കണം. എന്നിട്ട് സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകും. സാധാ വെള്ളത്തിൽ കഴുകിയേച്ച് പിന്നെ സോപ്പ് പൊടി ഇട്ട് ഈ കഷത്തിന്റെ ഇവിടെ വേർപ്പുള്ള ഭാഗമില്ലേ ആ ഭാഗമൊക്കെ സോപ്പ് ഇട്ടിട്ട് ഉരുമി ഷെയ്ഡിലിട്ട് ഉണക്കണം. വെയിലത്തിടരുത്, ഷെയ്ഡിലിടണം. അത് അതിൽ എഴുതിയിട്ടുണ്ട് കളർ ഗാർഡിന്റെ അതിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഉണക്കി കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഒന്നും അത് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്നോട് വീട്ടിലെ മോള് റിങ്കു, ആങ്ങളയുടെ മോൾ, അവള് പണ്ട് പറഞ്ഞായിരുന്നു ഉപ്പ് ഇട്ട വെള്ളത്തില് തുണി ഇട്ട് വെച്ച് കഴിഞ്ഞാ കളർ ചേഞ്ച് വരൂല. ഫസ്റ്റ് ടൈം ഉപ്പിട്ട വെള്ളം. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരേ പ്രോസസ്സിങ് അല്ല. അപ്പൊ അതെനിക്കും തോന്നി ശരിയാന്നുള്ളത്. അതിനൊക്കെ ശേഷം അവള് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഈ ഹോസ്റ്റലിലെ പിള്ളേര് ചെയ്യണ മെത്തേഡ് ആയിരുന്നെന്ന് തോന്നണം. പിന്നെയല്ലേ കളർ ഗാർഡൊക്കെ തുടങ്ങിയത്. അപ്പൊ നമുക്ക് കഴുകാം. ഞാനത് കണ്ണാടി വെച്ച് ഇത് നോക്കാറ് എപ്പോഴും. ഇതെല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കണം, അല്ലെങ്കിൽ ഡ്രെയിനേജിൽ കൂടെ പോകും. അതൊക്കെ ഞാൻ ഇത് കഴിയുമ്പോ അതെല്ലാം ഇതാക്കിയിട്ട് ചെയ്യുള്ളൂ എപ്പോഴും. അടച്ചു വെക്കണം അല്ലേ? അല്ല ഞാൻ ഇങ്ങനെ തുറന്നിടാറുണ്ട്, ഒരുപാട് തുണി ഇട്ടിട്ടില്ലല്ലോ. അത് അടച്ച് വെക്കുവാണെങ്കിൽ കൂടുതൽ തുണി ഉണ്ടെങ്കിൽ അടച്ചു വെക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് വെള്ളം ലീക്കേജ് വരും. ഞാനിതിങ്ങനെ ചെയ്തേച്ച് വേണമെങ്കിൽ അടച്ചു വെച്ച കഴിഞ്ഞ് നീ പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്തേച്ച് ഇത് വാങ്ങിച്ച കവർ തന്നെ ഇതിന്റെ മീതെ ഇട്ടേച്ച് ഒരു പഴയ ഹൗസ് കോട്ട് ഇട്ട് അതിന്റെ മീതെ വെച്ചിട്ടുണ്ട്. ഈ കവർ ഇങ്ങനെ പൊങ്ങിപ്പോയ കവർ ചെയ്ത് വെക്കൂല, ചുമ്മാ അങ്ങ് കവർ ഇട്ടേക്കും. ആ കൊണ്ടുവന്ന കവർ തന്നെ. അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ടൊരു ഹൗസ് കോട്ട് ഒരു ടർക്കി അതിന്റെ മീതെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ പലരും വിചാരിക്കണത് നമ്മളിത് മേടിച്ചിട്ട് ഇങ്ങനെ വെച്ചേക്കുവാന്നാ. അപ്പൊ അത് അങ്ങനെ ഇട്ടേക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളർ ആയതുകൊണ്ട് ഒത്തിരി നല്ല പൊടിയൊന്നും പിടിച്ചിട്ടില്ല. അല്ല, അങ്ങനെ പൊടി വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കണെന്നാ ഞാൻ പറഞ്ഞത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി എത്രയായാലും കുറച്ച് കഴിയുമ്പോൾ പൊടി വരും കേട്ടോ. ഇതിപ്പോ പുതിയതായതുകൊണ്ടാണ് പൊടി വരാത്തത്. അപ്പൊ ആ കവർ ചുമ്മാ മീതെ വെച്ചേക്കും. എന്നിട്ടൊരു പഴയ ലാവൻഡറാ ഒരു ഹൗസ് കോട്ടും ആ ടീപ്പോയിൽ വിരിച്ചോണ്ടിരിക്കുന്ന ടർക്കി അതിന്റെ മീതെ ഇട്ടേക്കും. എന്റെ പരിപാടി. ആ കൊട പറയാം. കൊട വെച്ച് പുറത്തിറങ്ങിയോ? ആ കൊട വെച്ച് കാലത്തെ ഇറങ്ങി. കാലത്തെ ഇതല്ലായിരുന്നോ, മഴ പൊടിയുണ്ടായിരുന്നു. ദേ കൊട ഞാൻ ഉണങ്ങാൻ വേണ്ടി ഇങ്ങനത്തെ ഇതായതുകൊണ്ട് ഹാൻഡിലില്ലല്ലോ. അപ്പൊ ബക്കറ്റ് ഇവിടെ വെച്ചേച്ചതേ. അത് ശരി. അപ്പൊ വെള്ളം ഭയങ്കര ഐഡിയ. ഒരു ഭയങ്കര ഐഡിയ ഒന്നുമല്ല, അതൊക്കെ ചുമ്മാ ജനറൽ ഒരു ഇത്. എനിക്ക് തോന്നി എങ്ങനെ ഇതിന്റെ കളയേണ്ടത്, അല്ലെങ്കിൽ പിന്നെ മെഷീന്റെ മീനായിട്ട് വെച്ച് അവിടെയൊക്കെ നനയൂല. അപ്പൊ വെള്ളം മാറണം. ഇനി വേണമെങ്കിൽ അത് ചുരുക്കാം. അധികം വെള്ളം ഇല്ലായിരുന്നു, ചുരുക്കി വെച്ച്. അല്ലെങ്കിൽ ഈ ബക്കറ്റിനകത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി വെക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചുരുക്കി വെച്ചാൽ ബക്കറ്റിലേക്ക് വെള്ളം വീണോളും. ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് വെച്ച് വെള്ളം കളഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഹാൻഡിലില്ലാത്തതുകൊണ്ട് ഇതിങ്ങനെ പറ്റില്ല. ഇങ്ങനെയും വേണമെങ്കിൽ വെക്കാം ചെരിച്ച്. കഴുകട്ടെ കേട്ടോ. കഴുകട്ടെ. ഇവിടെ ആകുമ്പോൾ വിസ്തൃതമായിട്ട് കഴുകാം. ബാത്റൂമിൽ ഞങ്ങൾക്ക് വാഷ് ബേസിൻ ഇല്ല. പഴയ ബാത്റൂമൊക്കെ. ഓ സുന്ദരിയായല്ലോ. ഇത് കഴുകിയെന്ന് പറഞ്ഞ് സുന്ദരിയൊന്നും ആവൂല. ഞാൻ സുന്ദരി ആയതുകൊണ്ട് സുന്ദരിയായിട്ട് തോന്നണം. ഓ കേട്ടോ. അപ്പൊ നമുക്കിത് ഡ്രയറിൽ നിന്ന് എടുക്കാം കേട്ടോ. ഏപ്രം ഞാൻ ഇട്ടില്ലായിരുന്നു, അതിന്റെ ആ ഹുക്കിഞ്ഞ് അത്യാവശ്യം വേണ്ട, അത്യാവശ്യം അത്യാവശ്യം പാടും. കൂടുതൽ ടൈം വെച്ചാൽ കൂടുതൽ ഡ്രൈ ആവും. ഇനിയിപ്പോൾ പൊക്കത്തിലായിട്ടിടാം. അതെ, ഇതൊക്കെ ഒരുവിധം നല്ല ഡ്രൈ ആയി. അടിയിൽ കിടക്കണ ശരിക്കും ഡ്രൈ ആവും. അത് വേണമെങ്കിൽ കുറച്ച് മിനിറ്റ് വെച്ചേച്ച് അത് ഓട്ടോമാറ്റിക് ഇത് ശരിക്കും ഡ്രൈ ആയി. അടിയിൽ ഓട്ടോമാറ്റിക് ചെയ്താൽ മതി. 3 മിനിറ്റെല്ലാം വെച്ച് വെച്ച് അത് സ്വിച്ച് ഓഫ് ആവൂലേ. സ്വിച്ച് ഓഫ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് തുറന്ന് വെച്ച് അടിയിൽ കിടക്കണ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് മീതെ കിടക്കണ അടിയിട്ടിടുക. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ, അതുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് ഈ ഉണങ്ങിയതെല്ലാം മീതെ വെച്ചേക്കുക. ഇത് ശരിക്കും ഉണങ്ങി. ഇതിപ്പം വെയിലത്ത് ഇത് പുറത്തിടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഉണക്കായിട്ടുണ്ട്. അത് ഇവിടെ ഇട്ടാൽ മതിയോ? ഇവിടെ ഇട്ടാൽ മതി. അത് പൊക്കത്തിട്ട് കൊണ്ടുപോകണ്ട. ഇതൊക്കെ ഉണങ്ങി.
ഇതിൻ്റെ കഴുത്തും കോളറൊക്കെ ഉണങ്ങാൻ മഴയത്തൊക്കെ നല്ല സൗകര്യം. പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ഉള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പം നമുക്കിത് താല്പര്യമായതുകൊണ്ട് നമ്മളിത് മേടിച്ചു, അത്രേ ഉള്ളൂ. ഇതുമൊക്കെ ഇതായി, ഇതൊക്കെ അടിയിൽ കിടന്നതാണ്. അടിയിലൊരു ടർക്കി ഉണ്ട്, അത് നോക്കാം. ഇത് കൊണ്ടുപോകണ്ട, ഒട്ടും കൊണ്ടുപോകണ്ട. എല്ലാം സെറ്റായി. ഞാൻ മൂടനെ കവർ എടുക്കട്ടെ കേട്ടോ. ഇപ്പൊ മഴക്കാലം തുടങ്ങിയതുകൊണ്ടേ ഓടിന്റെ മുകളിൽ അങ്ങനെ അങ്ങ് ഇടാനായിട്ട് പറ്റില്ല. അമ്മയ്ക്ക് എപ്പോഴും ഇഷ്ടം ഓടിന്റെ മുകളിൽ തുണി കിടന്ന് നല്ല പപ്പടം പോലെ ഉണങ്ങുന്നതാണ്. പക്ഷെ മഴക്കാലത്ത് അത് പറ്റില്ലല്ലോ, ഓട് നനഞ്ഞു കിടക്കുമായിരിക്കും. എന്നാലും ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ അമ്മ ഓടിന്റെ മുകളിൽ ഇടാനായിട്ട് തന്നെ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇഷ്ടം, പണ്ട് തൊട്ടേ അങ്ങനെ ശീലിച്ചോണ്ടേ. പക്ഷെ ഈ മഴ പെട്ടെന്ന് പെയ്ത് കഴിഞ്ഞാലേ അത് പിന്നെ മാറ്റി ഇടാനായിട്ട് നമ്മൾ ഓടി കയറിയൊക്കെ വരേണ്ടി വരും. അത് കുറച്ച് റിസ്കി ആണല്ലോ. ദേ ഇത് കണ്ടോ, അവിടെ ഒരു ചെറിയ ഉണക്ക് കണ്ടു, അതാണ് അവിടെ കൊണ്ട് ഇടുന്നത്. ജെസി ആൻറ്റിയുടെ നീലമാങ്ങയാണ്. ജെസി ആൻറ്റി വന്ന് ഇങ്ങോട്ട് മാങ്ങ സപ്ലൈ ആയിപ്പം. ജെസി ആൻറ്റിക്ക് ചക്ക, പ്ലാവേൽ ചക്കയുണ്ട്, മാവേലി മാങ്ങയുണ്ടായി. പ്രിയൊരു മാവ് മാത്രം വെട്ടി മുറ്റത്ത് റിനോവേഷൻ നടത്തിയിപ്പം, കയ്യിലിട്ടപ്പം വെട്ടി കളഞ്ഞു. ഇപ്പം നീലമുണ്ട്. ഈ സിറ്റ് ഔട്ട് എപ്പോഴും നല്ലതാണെങ്കിലും ഉണ്ടല്ലോ, മഴക്കാലം വന്നു കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ അടിച്ചു കയറും. നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേ, നല്ല മഴ വേണ്ട, ചെറിയൊരു മഴ പെയ്താലും മതി, കംപ്ലീറ്റ് വെള്ളം കാറ്റ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചു കയറി ആകെ വെള്ളം വീണ് കിടക്കും. അപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ തെന്നാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈലല്ലേ, മറ്റേ തറയോടാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല, വെള്ളം വീഴുന്നതനുസരിച്ച് അത് ഉണങ്ങും. അപ്പൊ ആ ഒരു പ്രോബ്ലമേ ഇല്ല. അതൊക്കെയാണ് തറയോടിന്റെ ഗുണങ്ങളെ. പണ്ട് നമുക്ക് അതായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് എപ്പോഴും തറയോട് തന്നെയാണ് കേട്ടോ ഇഷ്ടം, പഴമയുടെ ഒരു ഭംഗിയല്ലേ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു പെർമനന്റ് സൊല്യൂഷൻ ചെയ്തിട്ടുണ്ട്, അത് വരുന്ന വീഡിയോസിൽ കാണാം കേട്ടോ. ഇത്തവണ മാർജിന് ചെന്നപ്പോഴേ കിട്ടിയത് വലിയ ഉള്ളിയാ. ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇത്. പിന്നെ എന്നാന്ന് വെച്ചാൽ ടേസ്റ്റ് ചെറിയ ഉള്ളിക്ക്. ഇത്തവണ അവിടുത്തെ ലോട്ട് ഇതായിരുന്നു, അപ്പം അതെടുത്തോണ്ട് പോകുന്നതാ. നന്നാക്കി വെക്കാൻ ഓർത്താ കുറച്ച് ഇടവേള ഇരിക്കുമ്പോൾ ഇങ്ങനെ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിയാതെ കുഞ്ഞോള് വരില്ല. അപ്പം പിന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ ഓരോന്ന് ചെയ്ത് വെച്ച സൗകര്യം. ഞാൻ കയ്യിൽ നഖം ഇതായതുകൊണ്ടാണ് ഞാൻ ആ കയ്യിൽ ഫിംഗർ ക്യാപ്പ് ഇട്ടേക്കണം, മുറിഞ്ഞതുകൊണ്ട്. എപ്പോഴും ഉണ്ട് മുറിവ. മഴ എങ്ങനെയുണ്ട്? മഴ വിട്ടായതുകൊണ്ട് നമുക്ക് നല്ല ആശ്വാസം മൊത്തത്തിൽ. എറണാകുളത്ത് മഴ കൂടുതലാണ്. ഞാൻ മിനിഞ്ഞാന്ന് പോയപ്പോൾ രാവിലെ അമ്മ നിര്യാതരായി കോളമൊക്കെ നോക്കിട്ടോ. അപ്പോ അത് രാവിലെ തന്നെ നോക്കും. ഇതിപ്പോ റിലാക്സ്ഡ് ആയിട്ടുള്ള വായനയാ, അതുകൊണ്ടാണ് മറ്റു പേജുകളൊക്കെ നോക്കണേ. രാവിലെ ആ പേജ്, മറ്റേ പേജില്ലേ നേരത്തെ പറഞ്ഞ പേജ്, അത് നോക്കണ സമയത്ത് വേറെ ഒരു പേജും നോക്കില്ല. അപ്പം ഞാനങ്ങ് കയറി വരാം, എന്നിട്ട് പറയാം. നമുക്ക് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണിയല്ല കേട്ടോ, പക്ഷേ നിവൃത്തികേട് വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഞങ്ങളെ സഹായിക്കാൻ തന്നെ പുള്ളിക്കാരി വരുമ്പോഴാണ് ചെയ്തു തരാറ്. പുള്ളിക്കാരത്തിക്കൊരു പ്രശ്നം പറ്റിയിരിക്കും. അപ്പം നാളെ ഇങ്ങോട്ട് ഇറങ്ങണമുണ്ടെന്ന് പറഞ്ഞ് കിണറിൻ്റെ അവിടെ ഒന്ന് വീണ്. എന്നിട്ട് ഇതൊക്കെ എടുത്തു, മരുന്നുകൾ കഴിക്കണു. ഫ്രാക്ചറൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ച് ചതവ്. അതുകൊണ്ടത് പണിയെടുക്കാൻ പറ്റില്ല. നാളെ ഇപ്പം വന്നേച്ച് പോകാനൊന്ന് വരാൻ ചേച്ചിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഞാൻ കൊണ്ട് ചെയ്യിക്കാൻ പറ്റില്ല, അതിന് പാടില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്കിവിടെ ഈ ടെറസിൻ്റെ മോളൊന്ന് അടിച്ച് വൃത്തിയാക്കിയിടാം. നാളെ കുര്യാക്കോച്ചേട്ടൻ പെയിന്റ് ഇട്ടേ പെയിന്റ് അല്ലല്ലോ, അത് ഓൾ ഡ്രൈ. അതെ, അതിട്ട് സ്ഥലം ഒന്ന് അടിച്ചു വരാം. ഈ പുളിയില ആയതുകൊണ്ടേ അത്ര ക്ലീൻ ആവുമൊന്നുമില്ല. ഒരു പോളിഷിലൊന്ന് അടിച്ചേക്കാം. കാരണം ഒരുപാട് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടന്ന് പിന്നെ പ്രശ്നമാവും. വെള്ളം കെട്ടിക്കിടക്കാൻ മേലല്ലോ ടെറസ് മുകളിൽ. മറ്റേടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കരിയില അങ്ങനെ വീഴൂല, കാരണം അടുത്ത അധികം മരങ്ങളില്ല. ഇത് ഈ പ്ലാവിൻ്റെയും വീഴി പുളിയുടെ ഇലയും പൂക്കളും, വാളംപുളിയുടെ പുളിയും പാലയും സ്ഥാനത്തായതുകൊണ്ട് അത് വെട്ടാൻ മേല. അതുകൊണ്ടാണ് അത് അങ്ങനെ നിർത്തിയേക്കണത്. എന്തൊക്കെ പ്രശ്നങ്ങളാ. പക്ഷേ ഇങ്ങോട്ടുള്ള മേളിൽ ആ മേച്ചിലിട്ട സമയത്ത് അങ്ങോട്ടുള്ള കൊമ്പുകൾ വെട്ടി പല പ്രാവശ്യം കൊമ്പുകൾ വളർന്നു വരുമ്പോൾ വീണ്ടും ഈ സൈഡിലേക്കുള്ളത് വെട്ടാറുണ്ട്. തടി അവിടെ നിർത്തിയേക്കുക കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഒന്ന് വെട്ടേണ്ട സമയമായി എന്ന് അപ്പു പറഞ്ഞു. ആരെ കിട്ടാൻ, മറിഞ്ഞ സാധനങ്ങൾ വെട്ടിമാറ്റാൻ ആളില്ല അല്ലേ. സ്ഥാനത്ത് നിൽക്കണോണ്ട് പിന്നെ അതൊന്ന് വെട്ടിക്കാൻ മടിയാ, അതുകൊണ്ടാണ്. ഇതാണ് വിശ്വവിഖ്യാതമായ പുളി. പുളിയുടെ ഇത് ചെയ്തു.
തെക്ക് വശത്തെ പുളിയാണ് സ്ഥാനം അല്ലേ? സ്ഥാനപ്പുളി, തെക്ക് വശത്തെ പുളി. അതുപോലെ കന്നിമൂല പാലമരം തെക്ക് പടിഞ്ഞാറ്, അതാണ് കന്നിമൂല. ഒന്ന് പോളിഷിൽ അടിച്ച് കളയണതാട്ടോ. എനിക്കും കൈയൊക്കെ മുറിഞ്ഞിരിക്കണോണ്ട് കൈ താങ്ങിയ പ്രശ്നം. അതേ വിരലിൻ്റെയാണ് എപ്പോഴും വെട്ട് കിട്ടണത്. ആ വിരൽ എന്തോ കണ്ണ് കിട്ടിപ്പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. എപ്പോഴും അതിനിട്ടാണ് ചെന്നു ഒരസലം. നീ വാരട്ടേട്ടോ. ചാക്ക് മുറിച്ച് കൊടുക്കണതാ പുള്ളിക്കാരത്തിക്ക്, കരികില വാരാൻ. പുള്ളിക്കാരത്തിക്ക് കൊട്ടയധികം താല്പര്യമില്ല, കൂടുതൽ വാരാന്നും പറഞ്ഞു. കൊട്ടയല്ല എടുക്കണത്, പ്ലാസ്റ്റിക് കൊട്ട മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ചാക്ക് ഇങ്ങനെ മതി സാറേന്ന് പറയും. ഇതൊന്ന് വെടുത്തി കിട്ടാൽ കുറേ കരിയില കയറും, അതായിരിക്കും ചിലപ്പോൾ. ഇതൊക്കെ പതിങ്ങിയിരിക്കും, അതേ പിടിച്ചിരിക്കും അതിൽ. അത് മഴ പെയ്യുമ്പോൾ ഇല്ലേ തല്ലി ഒലിക്കൂഞ്ഞ്, അന്നേരം വിട്ടുപോരും. ഇതൊക്കെ പതിങ്ങിയിരിക്കും, ഒട്ടും പോരൂല. അതേ ഇതുണ്ടോ, പതിങ്ങിയിരിക്കുക. അത് പറ്റി പിടിച്ചിരിക്കുക അതിൽ. അതെ അവരടിക്കുമ്പോൾ പക്ഷേ ഈർക്കളിച്ചൂലും കൊണ്ട് അടിച്ച് വൃത്തിയാക്കും. ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇതുപോലെ ആവും. ഇതിൻ്റെ വീഴും പ്ലാവിൻ്റെ അല്ലേ. ഞാനൊന്ന് ഈ ഹോളിക്കടയൊക്കെ വെള്ളം പോകണമല്ലോ, അതിന് വേണ്ടി ഞാനത് അടിച്ചതാക്കിയതാണ്. പ്ലാവിലേ ഉണ്ട്. മഴ പെയ്താലുള്ള ഒരു കുഴപ്പം, നിറച്ച് പുല്ലായി. മിറ്റ അടിക്കുമ്പോൾ അവർ കംപ്ലീറ്റ് കത്തിയും കൊണ്ട് ഇങ്ങനെ മാന്തി മാന്തി വേരോട് കൂടി കളയണതാ. പക്ഷെ വീണ്ടും കിളുത്ത് വരുവാ. എന്നെ ചെയ്യണം, കംപ്ലീറ്റ് പുല്ലാന്നേ, കംപ്ലീറ്റ്. ഇതിന്റെ ഇടയ്ക്ക് മുഴുവൻ പുല്ല് വന്നാൽ മഹാവൃത്തികേടാ. അത് ശരിയാ. അവിടെയൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇത് നമ്മൾ പറിക്കാൻ നിന്നാൽ നമ്മുടെ ഒരു ദിവസം പോയി കിട്ടും. പക്ഷേ പറിക്കാതെ പറ്റൂലല്ലോ, ഇങ്ങനെ മെനകേടായിട്ട് കിടന്ന. അത് കൊരണ്ടിയിട്ട് ഇരുന്ന് പറിക്കണം. അത് ശരിയാ. പക്ഷെ നമുക്ക് മറ്റു ജോലികൾ ഉള്ളപ്പോൾ അത് അത്ര എളുപ്പമല്ല. അതത്ര എളുപ്പമൊന്നുമല്ല. ഈ വൈകുന്നേരമൊക്കെ പറിക്കാം, അന്നേരത്തേക്ക് അടച്ച മഴ വരും, അതാ കുഴപ്പം. ഇതിട്ടേച്ച് ഇതിൽ പുല്ല് പിടിച്ച് കിടക്കണേ, മഹാവൃത്തികേടാ, ഭയങ്കര വൃത്തികേടാ. ഒരു സുഖമില്ല കാഴ്ച അങ്ങനെ കാണാൻ, ഇടവിട്ടിങ്ങനെ. കറ്റാർവാഴ നല്ല തഴച്ചു വളർന്നു നോക്കണ്ടേ. അത് മാത്രമല്ല, ഇതേ അവിടെ ചെറുത് ഇതിലുണ്ട്. വേനൽക്കാലത്ത് ഇച്ചിരി ശോഷിച്ചു പോയായിരുന്നു. മഴക്കാലത്ത് ഇവര് നന്നായി വളരും. ഇത് അമ്മയിടയ്ക്ക് ഇട്ട് മുഖത്ത് കിട്ടോ, നല്ലതാ, നല്ല ഗ്ലോയൊക്കെ കിട്ടും. നോബിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്. കറ്റാർവാഴ ജ്യൂസ് നല്ലതാന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് ഒരുപാട് പേർക്ക് ഇതിന്റെ തൈ കൊടുത്തു, കറ്റാർവാഴയുടെ.